നമസ്കാരം. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. ചരിത്രമെഴുതി ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ചു. മദർ ഓഫ് ഓൾ ഡീൽസ്, ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യാപാര ഇടപാടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചരിത്ര മുഹൂർത്തമെന്ന് യൂറോപ്യൻ യൂണിയൻ. പ്രതിരോധ സുരക്ഷാ കരാറും ഒപ്പുവെച്ചു. കാറുകൾ ഉൾപ്പെടെ യൂറോപ്പിൽ നിന്നുള്ള പല ഉൽപ്പന്നങ്ങൾക്കും വില കുത്തനെ കുറയും. തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിലേക്ക് കടന്ന് കോൺഗ്രസ്. KPCC തെരഞ്ഞെടുപ്പ് സമിതി യോഗം തിരുവനന്തപുരത്ത് തുടരുന്നു. സിറ്റിംഗ് MLA-മാരെ വീണ്ടും മത്സരിപ്പിച്ചേക്കും. MP-മാരെ മത്സരിപ്പിക്കില്ല. ശശി തരൂരിനെ CPM-ൽ എത്തിക്കാൻ ചർച്ച നടത്തിയെന്ന വാർത്ത നിഷേധിച്ച MA യൂസഫലി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കുറ്റപത്രം നൽകാത്തതിൽ SIT-യെ വിമർശിച്ച ഹൈക്കോടതി. പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത് ഗുരുതരമെന്നും അന്വേഷണത്തിൽ പൊതുജനത്തിന് സംശയമുണ്ടാക്കുമെന്നും കോടതി. PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്ത SIT. പോറ്റിക്കെതിരെ റിയൽ എസ്റ്റേറ്റ്, ചെക്ക് തട്ടിപ്പ് പരാതികളിൽ കേസെടുക്കാൻ നീക്കം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിയമസഭാ കവാടത്തിൽ സത്യഗ്രഹവുമായി UDF. പയ്യന്നൂർ CPM ഫണ്ട് തട്ടിപ്പിൽ നിയമസഭയിൽ പ്രതിപക്ഷ ഇറങ്ങിപ്പോക്ക്. പുറത്തുവന്നത് CPM-ന്റെ ജീർണതയെന്നും സഭയിൽ ചർച്ച ചെയ്യാത്തത് മുഖ്യമന്ത്രിയും പാർട്ടിയും പ്രതിരോധത്തിലാകാതിരിക്കാനെന്നും പ്രതിപക്ഷം. പ്രതിഷേധിച്ച സ്ത്രീകളടക്കമുള്ളവരെ തല്ലിച്ചതച്ച CPM-ന്റെ അക്രമരാഷ്ട്രീയം ചർച്ച ചെയ്യണമെന്ന് VD സതീശൻ. പ്രതിഷേധം കടുപ്പിച്ച സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ. KGM-CTA-യുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ. പ്രതിഷേധം DA കുടിശ്ശിക, ശമ്പള പരിഷ്കരണം അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ച്. ദേശീയപാത ഉപരോധ കേസിൽ ഷാഫി പറമ്പിലിന് 1000 രൂപ പിഴ വിധിച്ച പാലക്കാട് കോടതി. സമൻസ് അവഗണിച്ചതിന് കോടതി പിരിയും വരെ തടവും ശിക്ഷ. നിർണായക സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും. ഡൽഹിയിൽ നടന്ന 16ാമത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലിയനും യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റയും ചേർന്നാണ് പ്രഖ്യാപനം നടത്തിയത്. ഒരു ചരിത്ര നിമിഷത്തിനാണ് ഇന്ന് ഡൽഹി സാക്ഷ്യം വഹിച്ചത്. ആഗോള സാമ്പത്തിക പ്രതിസന്ധിയും അമേരിക്കയുടെ ശക്തമായ എതിർപ്പും മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികൾ ഒരുമിച്ച് ചേർന്ന് യാത്ര ആരംഭിച്ചിരിക്കുന്നു. 200 കോടി ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഏറ്റവും നിർണായകമായ സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമായി. പുതുയുഗത്തിന് തുടക്കം കുറിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുമായുള്ള മദർ ഓഫ് ഓൾ ഡീൽസ് യാഥാർത്ഥ്യമാവുകയാണെന്ന് പറഞ്ഞാണ് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് കരാറിനെ സ്വാഗതം ചെയ്തത്. ഒരു വ്യാപാര കരാർ എന്നതിനപ്പുറം രാജ്യത്തിന്റെ സമൃദ്ധിയുടെ ബ്ലൂ പ്രിന്റാണ് കരാർ എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപനം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ആഗോള GDP-യുടെ 25%, ആഗോള വ്യാപാരത്തിന്റെ 1/3 ഈ കരാർ പ്രതിനിധാനം ചെയ്യുന്നതെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. यूरोपियन यूनियन के लीडर्स भारत के गणतंत्र दिवस समारोह में मुख्य अतिथि के रूप में शामिल हुए. आज एक और ऐतिहासिक अवसर है जब विश्व की 2 सबसे बड़ी लोकतांत्रिक शक्तियां വ്യാപാര കരാർ കൂടാതെ യുക്രൈൻ സംഘർഷം, പശ്ചിമേഷ്യയിലെയും ഇന്തോ പസഫിക് മേഖലകളിലെയും നിലവിലെ സാഹചര്യങ്ങൾ എന്നിവയും ഉച്ചകോടി ചർച്ച ചെയ്തു. ഭീകരവാദത്തെ തടയാനും സമുദ്ര സുരക്ഷയ്ക്ക് ഒന്നിച്ചു പ്രവർത്തിക്കാനും ധാരണയായി. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ബന്ധം തന്നെ സംബന്ധിച്ച് വ്യക്തിപരമാണെന്ന് യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റ പറഞ്ഞു. താൻ ഒരു വിദേശ ഇന്ത്യൻ പൗരനാണെന്നും തന്റെ പിതാവിന്റെ കുടുംബം ഗോവയിൽ നിന്നാണെന്നും അതിൽ തനിക്ക് അഭിമാനമുണ്ടെന്നും കോസ്റ്റ പറഞ്ഞു. I am the president of the European Council, but I'm also an overseas Indian citizen. I'm very proud of my roots in Goa, where my father's family came from. And the connection between Europe and India is something personal to me. ആഗോള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം സഹകരണമാണെന്നും സുരക്ഷിതമല്ലാത്ത ലോകത്ത് തങ്ങളുടെ പൗരന്മാരെ സുരക്ഷിതരാക്കുക എന്നതാണ് ലക്ഷ്യമെന്നും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലൈൻ പറഞ്ഞു. ഇരു രാജ്യങ്ങൾക്കും ഒറ്റയ്ക്ക് നേടാൻ കഴിയാത്ത വളർച്ച ഇതിലൂടെ കൈവരിക്കാൻ സാധിക്കും.
ഇന്ത്യ നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ ലോകം കൂടുതൽ സ്ഥിരതയുള്ളതാകുന്നുവെന്നും അതിന്റെ പ്രയോജനം തങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുന്നുവെന്നും ഉർസുല പറഞ്ഞു. India has risen and Europe is truly glad about it. Because when India succeeds, the world is more stable, more prosperous and more secure. 2007 തുടങ്ങിയ വ്യാപാര കരാർ ചർച്ചകളാണ് 19 വർഷത്തിന് ശേഷം യാഥാർത്ഥ്യമാകുന്നത്. നിലവിൽ ചർച്ചകൾ പൂർത്തിയായെങ്കിലും കരാർ പ്രാബല്യത്തിൽ വരാൻ 6 മാസമെങ്കിലും എടുത്തേക്കും. അന്താരാഷ്ട്ര രംഗത്ത് വലിയ ചർച്ചകളാണ് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാർ വഴിവെച്ചിരിക്കുന്നത്. അതേസമയം അമേരിക്ക യൂറോപ്യൻ യൂണിയനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ത്യയുമായി കരാർ ഒപ്പുവെച്ചതോടെ യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യ യുക്രൈൻ യുദ്ധത്തെ പിന്തുണയ്ക്കുകയാണെന്നാണ് വൈറ്റ് ഹൗസിന്റെ ആരോപണം. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. പത്രക്കാർ ഗോസിപ്പുകൾ ചെയ്യരുതെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. ശശി തരൂർ CPM-നോട് അടുക്കുന്നു എന്ന വാർത്തയുമായി ബന്ധപ്പെട്ട് തന്റെ പേര് പരാമർശിച്ച പ്രചരണങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ശശി തരൂരിനെ ദുബായിൽ വെച്ച് കണ്ടിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദാവോസിൽ നിന്ന് ദുബായിലേക്ക് മടങ്ങുന്ന വഴിയാണ് ഇത്തരം വാർത്തകൾ പ്രചരിച്ചത് ശ്രദ്ധയിൽപ്പെട്ടതെന്നും യൂസഫ് അലി പറഞ്ഞു. ഗവൺമെൻറ് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്ലൈറ്റിൽ ഡാവോസിൽ നിന്ന് സൂറിച്ചിൽ വന്നു. ഒരു ദിവസം അവിടുത്തെ ഫുൾ മീറ്റിംഗ് കഴിഞ്ഞു. പിറ്റേ ദിവസം എൻ്റെ ഫ്ലൈറ്റ് വന്ന് ഇവിടെ എത്തുന്നതിന് മുമ്പ് പറഞ്ഞു യൂസഫ് അലി എന്നാണ് ശശി തരൂർ. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല ഇപ്രാവശ്യം. അദ്ദേഹം ചില കഴിഞ്ഞ 6 മാസം മുമ്പ് വന്നപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിരുന്നു, ഞങ്ങൾ കാണാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ അനാവശ്യമായ ഗോസിപ്പുകൾ ഇവിടെ ഈ ഗൾഫിലുള്ള പത്രക്കാർ ചെയ്യരുത്. നാട്ടിനായാലും ശരി അവർ ചെയ്യേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു പത്രപ്രവർത്തകൻ്റെ ധർമ്മം അതിൻ്റെ സത്യം അന്വേഷിക്കലാണ്. ആ സത്യം ഉണ്ടെങ്കിൽ മാത്രമേ അത് ടെലികാസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് അവരത് ശ്രദ്ധിക്കണം എന്ന് പറയുന്നു. താങ്ക് യു. UDF-ലെ സീറ്റ് ചർച്ചകൾ വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും പാർട്ടി പറഞ്ഞാൽ താൻ മത്സരിക്കുമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. വെള്ളാപ്പള്ളി ലീഗിനെയും പ്രതിപക്ഷ നേതാവിനെയും വിമർശിക്കുന്നത് ഇപ്പോൾ തുടങ്ങിയ പരിപാടിയല്ല. വിമർശനം നടത്തിയ ശേഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഫലം ആർക്കാണ് അനുകൂലമായത് എന്ന് കണ്ടതാണ്. അതുതന്നെയാകും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. ഏതായാലും വളരെ പെട്ടെന്ന് UDF-ലെ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാവും. ഒന്നാം വട്ട ചർച്ചകളിലൊന്നും വലിയ തർക്കങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ആരും കണ്ടിട്ടില്ല. പെട്ടെന്ന് തീർക്കാവുന്നേ. അത് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ധാരണകളൊക്കെ പുറത്തു വരും. അതെ, പാർട്ടിക്ക് കീഴിലല്ലേ എല്ലാ പാർട്ടി പ്രവർത്തകരും. പാർട്ടി പറഞ്ഞാൽ അനുസരിക്കണ്ടേ. എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ പറഞ്ഞവരോടല്ലേ പറയുക. അതിപ്പോൾ തുടങ്ങിയല്ലോ. ആ ആരോപണങ്ങൾ ആരംഭിച്ചതിന് ശേഷമാണല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നത്. ബാധിച്ചോ? ഒരനുഭവം ഉണ്ടായാൽ നമുക്ക് അത് അംഗീകരിച്ചാൽ പോരെ. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സാമുദായിക സംഘടനകളുടെ യോജിപ്പിലും വിയോജിപ്പിലും ഒന്നും ഒരു പങ്കുമില്ലല്ലോ. യോജിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യം. ആരായാലും ഗവർണറുടെ കത്ത് സ്പീക്കർക്ക് നൽകിയ രീതിയെ വിമർശിച്ച AN ഷംസീർ. സാധാരണഗതിയിൽ ഒരു കത്ത് സ്പീക്കർക്ക് അയക്കുകയാണെങ്കിൽ ആദ്യം സ്പീക്കർക്കാണ് ലഭിക്കേണ്ടത്. ചാനലിനും പത്രക്കാർക്കും ലഭിച്ചതിന് ശേഷമാണ് ഇപ്പോൾ കത്ത് സ്പീക്കർക്ക് ലഭിച്ചത്. പത്രക്കാർക്ക് കൊടുത്തതിന്റെ കോപ്പി ഞങ്ങൾക്ക് അയച്ചാൽ അതിനു മറുപടി നൽകില്ലെന്നും സ്പീക്കർ പറഞ്ഞു. നിലയിൽ ഒരു ഗവർണർ സ്പീക്കർക്ക് കത്തയക്കുമ്പോൾ ആ കത്ത് സ്പീക്കർക്കാണ് ആദ്യം ലഭിക്കേണ്ടത്. പക്ഷേ കത്ത് കോപ്പിയുടെ നിങ്ങൾക്ക് ലഭിച്ചത്. കാരണം നിങ്ങൾക്ക് ലഭിച്ച ശേഷം ഞങ്ങൾക്ക് കിട്ടിയത്. അങ്ങനെ ഒരു ശരിയാണോ? നിങ്ങൾ ഗവർണർ ഓഫീസ് പരിശോധിക്കും. ഗവർണർ അങ്ങനെ ചെയ്തെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഓഫീസ് പരിശോധിക്കേണ്ട കാര്യമാണ്. സ്പീക്കറോട് കത്തെഴുതാനുള്ള അവകാശമൊക്കെ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ചാനലിനും പത്രത്തിലും വന്നതിന് ശേഷമാണ് ഞങ്ങൾ കത്ത് ലഭിക്കുന്നത്. ആ കത്തിന്റെ മുകളിൽ എഴുതിയിരിക്കുന്ന ഹൈലി കോൺഫിഡൻഷ്യൽ എന്നാണ്. അതാണ് അതിന്റെ വിരോധാഭാസം. ഹൈലി കോൺഫിഡൻഷ്യൽ എന്നൊരു കത്ത് എഴുതിയിട്ട് സ്പീക്കർക്ക് തരുന്നു. സാധാരണ സ്പീക്കർക്ക് വരുന്ന ഏത് കത്തും സ്പീക്കറുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് തുറക്കാം. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ പുരസ്കാരം നൽകുന്നതിനെതിരെ രാഷ്ട്രപതിക്ക് നിവേദനം. തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയാണ് നിവേദനം നൽകിയത്. മാധ്യമങ്ങളിലൂടെ പത്മ പുരസ്കാരത്തെ പരസ്യമായി അവഹേളിച്ച വ്യക്തിക്ക് ബഹുമതി നൽകിയാൽ പത്മ പുരസ്കാരം ലഭിച്ച മറ്റുള്ളവരോട് കാട്ടുന്ന അനാദരവാണെന്ന് നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. മൈക്രോ ഫിനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു കൊലക്കേസിലും 127 ക്രിമിനൽ കേസുകളിലും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശനെന്നും നിവേദനത്തിൽ പറയുന്നു. 2 വർഷം മുൻപ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓണററി ഡോക്ടറേറ്റ് ബിരുദം നൽകാനെടുത്ത തീരുമാനം പിൻവലിച്ച കാര്യവും പരാതിക്കാർ ചൂണ്ടിക്കാട്ടുന്നു.
കിറ്റെക്സിനെതിരെ തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നതിൽ പ്രതികരിച്ച കിറ്റെക്സ് MD സാബു M. ജേക്കബ്. കിറ്റെക്സ് നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. ഇതുവരെ പുറത്തുവിട്ട ബാലൻസ് ഷീറ്റിൽ കമ്പനി തട്ടിപ്പ് നടത്തിയതായി പറയുന്നില്ല. കഴിഞ്ഞ വർഷം മെയ് മാസം ED ചില ഡോക്യുമെന്റ്സ് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നു. കഴിഞ്ഞ 5 വർഷത്തെ കിറ്റെക്സ് ഗാർമെന്റ്സിന്റെ ബാലൻസ് ഷീറ്റാണ് ED ചോദിച്ചത്. കേരളത്തിൽ 100ഓളം കയറ്റുമതിക്കാർക്ക് നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. കമ്പനിയുടെ ഇടപാടുകളിൽ സംശയം തോന്നിയാൽ കാര്യങ്ങൾ ചോദിക്കാറുണ്ടെന്നും സാബു M. ജേക്കബ് വ്യക്തമാക്കി. ഈ കമ്പനിയുടെ എല്ലാ പ്രവർത്തനങ്ങളും സുതാര്യമാണെന്നും നിയമാനുസൃതമാണ് എന്നും അവർ സർട്ടിഫൈ ചെയ്ത് പൊതുജനങ്ങളെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ സർട്ടിഫൈ ചെയ്ത ബാലൻസ് ഷീറ്റുകളാണ് ഓരോ ക്വാർട്ടറിലും പുറത്തുവിടുന്നതും വർഷാവസാനം ബാലൻസ് ഷീറ്റായിട്ട് പുറത്തു വരുന്നതും. അത് പൊതുജനങ്ങൾക്കും ഇതിൽ നിക്ഷേപം നടത്തിയിരിക്കുന്ന ഓഹരി ഉടമകൾക്കും അത് പരിശോധിക്കാനും ചോദ്യം ചെയ്യാനും ആയിട്ടുള്ള നിയമം അനുശാസിക്കുന്നുണ്ട്. കഴിഞ്ഞ 33 വർഷക്കാലമായിട്ട് ഈ പ്രക്രിയ കൃത്യമായിട്ട് നടന്നുപോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതുവരെ പുറത്തുവിട്ട ഒരു ബാലൻസ് ഷീറ്റുകളിലും കമ്പനി ഏതെങ്കിലും രീതിയിലുള്ള നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നോ ഏതെങ്കിലും ടാക്സ് വെട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടെന്നോ അങ്ങനെ കണ്ടെത്തിയതായിട്ടോ അതിനുള്ള ശ്രമങ്ങൾ നടത്തിയതായിട്ടോ ഒരു സ്ഥലത്തും രേഖപ്പെടുത്തിയിട്ടില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങുന്നത് തടയാനുള്ള നീക്കവുമായി പോലീസ്. പോറ്റിക്കെതിരെ പുതിയ കേസുകൾ എടുക്കാനാണ് പോലീസിന്റെ നീക്കം. റിയൽ എസ്റ്റേറ്റ്, ചെക്ക് തട്ടിപ്പ് പരാതികളിൽ പോറ്റിക്കെതിരെ കേസെടുത്തേക്കും. സ്വർണം ചെമ്പാക്കിയതിന്റെ രേഖകൾ ശാസ്ത്രീയ പരിശോധന നടത്തും. അതേസമയം PS പ്രശാന്തിനെ പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്തു. പ്രതികളുടെ മൊഴിപ്പകർപ്പ് SIT EDക്ക് കൈമാറും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് ഇനിയും വൈകും. ഇതോടെ മുരാരി ബാബുവിന് പിന്നാലെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർ സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങും. എന്നാൽ സ്വർണ്ണക്കൊള്ളയിൽ 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങിയാൽ അത് സർക്കാരിനും പോലീസിനും തിരിച്ചടിയാകും എന്നുള്ളതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ പുതിയ കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്യാൻ പോലീസ് ഒരുങ്ങുന്നത്. തിരുവനന്തപുരത്തെ വിവിധ സ്റ്റേഷനുകളിൽ പോറ്റിക്കെതിരെ നേരത്തെ പരാതികൾ എത്തിയിരുന്നു. റിയൽ എസ്റ്റേറ്റ്, ചെക്ക് തട്ടിപ്പ് പരാതികളിൽ കേസെടുത്ത് സ്വർണ്ണക്കൊള്ള കേസിൽ സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നത് തടയാനാണ് പോലീസിന്റെ തീരുമാനം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സ്വർണം ചെമ്പാക്കിയതിന്റെ രേഖകളുടെ ശാസ്ത്രീയ പരിശോധന നടക്കും. മിനിറ്റ്സ് തിരുത്തിയത് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാർ എന്ന് ഉറപ്പിക്കാനായി കൈയക്ഷരം പരിശോധിക്കും. ഇതിനായി കൈയക്ഷര സാമ്പിൾ ശേഖരിച്ചു. അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ PS പ്രശാന്തിനെ അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്തു. ഈ മാസം 24-ന് തിരുവനന്തപുരത്തെ SITയുടെ ഓഫീസിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തെങ്കിലും തരത്തിലുള്ള സ്വാധീനം ചെലുത്തിയിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താനായിരുന്നു ചോദ്യം ചെയ്യൽ. ചോദ്യം ചെയ്യലിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് വിവരം. സ്വർണ്ണക്കൊള്ള കേസിൽ മുരാരി ബാബുവിന് ED ഇന്ന് സമൻസ് നൽകിയേക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കേസിലെ പ്രതികൾ നടത്തിയ സാമ്പത്തിക ഇടപാടുകളിലെ വിവരങ്ങൾ തേടുന്നതിനാണ് ED ചോദ്യം ചെയ്യൽ. സാക്ഷികളുടെയും പ്രതികളുടെയും പകർപ്പുകൾ പ്രത്യേക അന്വേഷണ സംഘം EDക്ക് കൈമാറും. മൊഴിപ്പകർപ്പ് ആവശ്യപ്പെട്ട് ED നേരത്തെ SITക്ക് കത്ത് നൽകിയിരുന്നു. നൽകാതിരുന്നാൽ നിയമതർക്കമാകും എന്നതിനാലാണ് മൊഴിപ്പകർപ്പ് നൽകാൻ SIT തീരുമാനിച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിനെ വീണ്ടും റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തത്. ഫെബ്രുവരി 10-ന് വീണ്ടും ഹാജരാക്കും. റിമാൻഡ് 90 ദിവസം പിന്നിട്ടാൽ ജാമ്യ ഹർജി സമർപ്പിക്കാനാണ് പത്മകുമാറിന്റെ നീക്കം. മുൻപ് അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും മുരാരി ബാബുവിനും ജാമ്യം ലഭിച്ചിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ആന്റണിക്കെതിരെ ആരോപണവുമായി CPM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനു. തന്ത്രി രാജീവര പണം നിക്ഷേപിച്ച തിരുവല്ലയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ആന്റണിയുടെ പണമിടപാടിൽ ദുരൂഹതയുണ്ടെന്നും സ്ഥാപനത്തിൽ നിന്ന് ആന്റണി പണം കൈപ്പറ്റിയതായും ഉദയഭാനു ആരോപിക്കുന്നു. MP-യുടെ ദുരൂഹ പണമിടപാടിൽ SIT അന്വേഷണം നടത്തണമെന്നും KP ഉദയഭാനു ആവശ്യപ്പെട്ടു. ശബരിമല തന്ത്രി 2.5 കോടി രൂപ തിരുവല്ലയിലെ നെടുമ്പറമ്പിൽ ഫിനാൻസ് NN രാജുവിൻ്റെ വകയായിട്ടുള്ള ഫൈനാൻസിൽ ഡിപ്പോസിറ്റ് ചെയ്തതായി SIT കണ്ടെത്താൻ കഴിഞ്ഞു. ഈ സ്ഥാപനത്തിൽ നിന്ന് തന്നെ ആന്റണി MP 2.5 കോടി രൂപ എടുത്തതായി പൊതുവെ നാട്ടിൽ അഭിപ്രായമുണ്ട്. ഈ തന്ത്രിയുമായും ആന്റണിക്കുള്ള സാമ്പത്തിക ബന്ധത്തെക്കുറിച്ചും SIT അന്വേഷിക്കണം.
ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സഭാ കവാടത്തിൽ സത്യഗ്രഹം ആരംഭിച്ച UDF MLA-മാരായ നജീബ് കാന്തപുരവും CR മഹേഷുമാണ് ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട സത്യഗ്രഹം ഇരിക്കുന്നത്. ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ സമരം കോടതിയോടാണെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. ഈ സമ്മേളന കാലയളവിന്റെ തുടക്കം മുതൽ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിപക്ഷം സഭ പ്രക്ഷുബ്ധമാക്കിയിരുന്നു. എന്നാൽ ഒറ്റ വിഷയത്തിൽ മാത്രം ഒതുങ്ങി സഭ ബഹിഷ്കരിക്കുന്ന നിലപാട് തുടർന്നാൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിലാണ് സ്വർണ്ണക്കൊള്ളയിൽ സത്യാഗ്രഹ സമരം ആരംഭിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചത്. ഇന്ന് സഭാ നടപടികൾ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് ഇക്കാര്യം അറിയിച്ചു. ഞങ്ങളുടെ 2 അംഗങ്ങൾ CR മഹേഷും നജീബ് കാന്തപുരവും ഇന്ന് സഭാ കവാടത്തിന് മുന്നിൽ സത്യാഗ്രഹ സമരം ആരംഭിക്കുകയാണെന്നുള്ള വിവരം അങ്ങേ അറിയിക്കുന്നു. എന്നാൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്ന വിഷയത്തിൽ പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നത് കോടതിയോടുള്ള സമരമാണെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു സമരമായിട്ടല്ല വരിക. യഥാർത്ഥത്തിൽ ഹൈക്കോടതിക്കെതിരെയുള്ള ഒരു സമരമാണിത്. ഹൈക്കോടതിയാണ് SITയുടെ കാര്യങ്ങൾ നോക്കുന്നതും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതും. പ്രതിപക്ഷ നിരയിൽ നിന്ന് നജീബ് കാന്തപുരവും CR മഹേഷുമാണ് സത്യഗ്രഹം ഇരിക്കുന്നത്. ശബരിമല വിഷയത്തിൽ സഭയ്ക്കകത്തും പുറത്തും പ്രക്ഷോഭം ശക്തമാക്കാൻ തന്നെയാണ് UDFന്റെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പയ്യന്നൂർ CPM ഫണ്ട് തട്ടിപ്പിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. വിഷയത്തിന് അടിയന്തര പ്രാധാന്യമില്ല എന്ന് സ്പീക്കർ നിലപാടെടുത്തു. പ്രതിഷേധിച്ച സ്ത്രീകൾ അടക്കമുള്ളവരെ തല്ലിച്ചതച്ച CPMന്റെ അക്രമ രാഷ്ട്രീയം ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. പുറത്തുവരുന്നത് CPMന്റെ ജീർണതയാണെന്നും മുഖ്യമന്ത്രിയും പാർട്ടിയും പ്രതിരോധത്തിലാകാതിരിക്കാനാണ് സഭയിൽ ചർച്ച ചെയ്യാത്തതെന്നും പ്രതിപക്ഷം ആരോപിച്ചു. പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് പുറത്തേക്കിറങ്ങി. തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ CPMനെ പ്രതിരോധത്തിലാക്കിയ പയ്യന്നൂർ ഫണ്ട് തട്ടിപ്പ് വിവാദം സഭയിൽ കൊണ്ടുവരാനാണ് പ്രതിപക്ഷം ശ്രമിച്ചത്. രക്തസാക്ഷിത്വ ഫണ്ട് തട്ടിപ്പിൽ MLA TA മധുസൂദനന്റെ രാജി ആവശ്യപ്പെട്ട് നടന്ന സമരത്തിന് നേരെയുണ്ടായ അക്രമ സംഭവങ്ങൾ ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. ഇരിക്കൂർ MLA സജീവ് ജോസഫാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. എന്നാൽ സഭയിൽ ചർച്ച ചെയ്യാൻ മാത്രം വിഷയത്തിന് അടിയന്തര പ്രാധാന്യമില്ലെന്ന് സ്പീക്കർ ചൂണ്ടിക്കാട്ടി. പ്രതിപക്ഷത്തിന് വേണമെങ്കിൽ ആദ്യ സബ്മിഷനായി വിഷയം ഉന്നയിക്കാമെന്നും സ്പീക്കർ നിലപാടെടുത്തു. സീറ്റിലിരിക്കുന്നതിനൊക്കെ തരില്ല. എനിക്ക് മൈക്ക് തരാൻ അങ്ങനെ ടീമിനെ ഇരുത്തിക്ക്. അതൊക്കെ എനിക്ക് മൈക്ക് തരില്ലെന്നൊന്നും പറയല്ലേ. അങ്ങനെയൊന്നും പറയല്ലേ. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അങ്ങയോട് പറയുന്നത് അങ്ങയുടെ ഭാഗം തന്നെ എഴുന്നേറ്റ് ബഹളം ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ശരിയാണ്. അങ്ങ് ചെയറിലിരുന്നുകൊണ്ട് അങ്ങനെയൊന്നും പറയരുത്. സ്ത്രീകളടക്കമുള്ള സമരക്കാരെ തല്ലിച്ചതച്ച CPMന്റെ അക്രമ രാഷ്ട്രീയം ചർച്ച ചെയ്യണമെന്നും വിഷയത്തിന് അതീവ പ്രാധാന്യമുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഇവിടേക്ക് മാർച്ച് നടക്കുന്ന ആളുകളെ പുറകിൽ നിന്ന് വന്ന് സ്ത്രീകളടക്കമുള്ള ആളുകളെ കുറുവടികളുമായി ആക്രമിച്ച് നിരവധി പേര് ആശുപത്രിയിൽ കിടക്കുകയും ഇവരെയെല്ലാം കൊന്നൊടുക്കുമെന്ന് CPM നേതാക്കൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഗൗരവതരമായ ഒരു വിഷയം ഈ സഭയിലല്ലാതെ പിന്നെ എവിടെ പോയി പറയും? ഈ സഭ സമർപ്പിക്കുമ്പോൾ അങ്ങ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് പ്രൊവിഷന്റെ അടിസ്ഥാനത്തിലാണ് ഇതിനകത്ത് അടിയന്തര പ്രാധാന്യം എന്ന് പറഞ്ഞത്? ഓർഡർ അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല എന്ന് പറഞ്ഞു. ശ്രീ ശ്രദ്ധ ക്ഷണിക്കൽ. നടുത്തളത്തിൽ ഇറങ്ങി പ്രതിപക്ഷം പ്രതിഷേധിച്ചു. സ്പീക്കറുടെ ഡയസിന് ചുറ്റും നിന്ന് മുദ്രാവാക്യം വിളിച്ചു. ബഹളത്തിനിടയിലും ശ്രദ്ധ ക്ഷണിക്കലും സബ്മിഷനും ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ തുടർന്ന് സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം പുറത്തിറങ്ങി. പുറത്തുവരുന്നത് CPMന്റെ ജീർണതയുടെ മുഖമെന്നും സ്വന്തം നാട്ടിൽ നടക്കുന്ന ക്രൂരതകൾ കണ്ടിട്ടും മൗനം തുടരുന്ന മുഖ്യമന്ത്രിക്ക് ആഭ്യന്തരമന്ത്രിയായി തുടരാൻ യോഗ്യതയില്ലെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. പോലീസ് ജീപ്പിന് നേരെ സ്റ്റീൽ ബോംബ് എറിഞ്ഞവനെ സംരക്ഷിക്കുന്ന നിങ്ങൾക്ക് ആഭ്യന്തരമന്ത്രിയുടെ കസേരയിലിരിക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? അതേസമയം പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിലാണ് സഭയിൽ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച നടന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സമുദായ സംഘടനകൾക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ അവകാശമുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. NSS എല്ലാ കാലത്തും സമദൂര ലൈനാണ്. അത് ആർക്കാണ് ഗുണം ചെയ്യുക എന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നും ചെന്നിത്തല ചോദിച്ചു. ഞങ്ങൾക്ക് ഈ സംഘടനകളോടൊക്കെ നല്ല ബന്ധമാണ്. NSSനോടും നല്ല ബന്ധം, SNDPയോടും മുസ്ലിം സംഘടനകളോടും ക്രൈസ്തവ സംഘടനകളോടും ഒക്കെ ഞങ്ങൾക്ക് നല്ല ബന്ധമാണ്. കോട്ടയം പാമ്പാടിയിൽ കുട്ടികളെ കാറിന്റെ ബോണറ്റിൽ വെച്ച് സാഹസിക യാത്ര നടത്തിയ കേസിൽ വാഹനം പോലീസ് പിടികൂടി. പാമ്പാടി പോലീസാണ് നടപടി സ്വീകരിച്ചത്. പാമ്പാടി വട്ടുകുളം സ്വദേശി ജ്യോതിഷ് കുമാർ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ളതാണ് വാഹനം. ഇയാൾ തന്നെയാണ് കാർ ഓടിച്ചിരുന്നതെന്നും ഇയാൾക്കെതിരെ കേസെടുത്തതായും പാമ്പാടി പോലീസ് അറിയിച്ചു. പാമ്പാടി വട്ടുകുളം
ആലപ്പാട്ട് പടി റോഡിൽ ഇന്നലെ വൈകുന്നേരമായിരുന്നു സംഭവം. 2 കുട്ടികളെ ബോണറ്റിൽ വെച്ച് യാത്ര ചെയ്യുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. വാഹനം വളവ് തിരിഞ്ഞ് കടന്നു പോകുന്നതും എതിർദിശയിൽ നിന്ന് വാഹനങ്ങൾ വരുന്നതും ദൃശ്യങ്ങളിൽ കാണാം. പാലക്കാട് ദേശീയപാത ഉപരോധവുമായി ബന്ധപ്പെട്ട കേസിൽ ഷാഫി പറമ്പിൽ MPക്ക് 1000 രൂപ പിഴയും കോടതി പിരിയും വരെ തടവും ശിക്ഷ. വൈകിട്ട് 5 മണി വരെ നിൽക്കണം എന്നാണ് നിർദ്ദേശം. പാലക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2022 ജൂൺ 24 പാലക്കാട് കസബ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. വയനാട്ടിൽ രാഹുൽ ഗാന്ധി MPയുടെ ഓഫീസ് SFIയുടെ പ്രവർത്തകർ തല്ലി തകർത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു 2022 ജൂൺ 24 പാലക്കാട് MLA ആയിരുന്ന ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ ദേശീയപാത ഉപരോധിച്ചത്. പ്രതിഷേധം കടുപ്പിച്ച സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ KGM-CTയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. DA കുടിശ്ശിക, ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ചാണ് അടിയന്തര ചികിത്സ ഒഴികെയുള്ള സേവനങ്ങളും അധ്യാപനവും ഡോക്ടർമാർ ബഹിഷ്കരിക്കുന്നത്. ഫെബ്രുവരിയിൽ അനിശ്ചിതകാലത്തേക്ക് അടിയന്തരമില്ലാത്ത ശസ്ത്രക്രിയകളും നിർത്തി. OP ബഹിഷ്കരണത്തോടൊപ്പം അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും മറ്റു പ്രൊസീജിയറുകളിൽ നിന്നും ഡോക്ടർമാർ വിട്ടുനിൽക്കുകയാണ്. DA കുടിശ്ശിക, ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് ജനുവരി 22 മുതൽ അധ്യാപന ബഹിഷ്കരണ സമരത്തിലാണ്. തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കാത്ത പശ്ചാത്തലത്തിലാണ് കടുത്ത സമരത്തിലേക്ക് നീങ്ങുന്നതെന്നാണ് ഡോക്ടേഴ്സ് വ്യക്തമാക്കിയിരിക്കുന്നത്. സർക്കാർ തങ്ങൾക്ക് നൽകിയ ഉറപ്പ് പാലിച്ചില്ലെന്നാണ് KGM-CT ആരോപിക്കുന്നത്. പക്ഷേ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഈ കാര്യത്തിൽ ഒരു തീരുമാനം ആവാതെ വന്നപ്പോഴാണ് കഴിഞ്ഞ 4-5 മാസമായിട്ട് ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടൊരു സമരത്തിൻ്റെ രീതിയിലേക്ക് പോകേണ്ടി വന്നത്. അപ്പോൾ ഇനി ഞങ്ങളുടെ ആവശ്യങ്ങൾ ന്യായമായി അത് ചെയ്തു തന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇൻഡെഫിനിറ്റ് ആയിട്ട് സ്ട്രൈക്കിന് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ഫെബ്രുവരി 9 മുതൽ അനിശ്ചിതകാല അധ്യാപനവും OP ബഹിഷ്കരണവും തുടരുന്നതിനോടൊപ്പം അനിശ്ചിതകാലത്തേക്ക് അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും നിർത്തും. ഫെബ്രുവരി 11 മുതൽ യൂണിവേഴ്സിറ്റി പരീക്ഷാ ജോലികൾ ബഹിഷ്കരിക്കും. എന്നാൽ അവശ്യ ആരോഗ്യ സേവനങ്ങളായ കാഷ്വാലിറ്റി, ലേബർ റൂം, ICU, IP ചികിത്സ, മറ്റ് അടിയന്തര ചികിത്സകൾ, അടിയന്തര ശസ്ത്രക്രിയകൾ, പോസ്റ്റ്മോർട്ടം പരിശോധന എന്നിവയെ പ്രതിഷേധ പരിപാടികളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ശമ്പള പരിഷ്കരണ കുടിശ്ശിക അന്യായമായി നീട്ടിവെക്കുന്നത് അവസാനിപ്പിക്കുക, താൽക്കാലിക കൂട്ടസ്ഥലമാറ്റങ്ങൾ ഒഴിവാക്കുക, ആവശ്യത്തിന് തസ്തികകൾ സൃഷ്ടിച്ച് മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം സുഗമമാക്കുക, DA കുടിശ്ശിക നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മകരവിളക്ക് ദിനത്തിൽ ശബരിമല വനമേഖലയിൽ സിനിമാ ചിത്രീകരണം നടത്തിയ സംഭവത്തിൽ സംവിധായകൻ അനുരാജ് മനോഹറിനെതിരെ കേസെടുത്തു. വനത്തിനുള്ളിൽ അതിക്രമിച്ചു കയറി ഷൂട്ടിംഗ് നടത്തിയതിന് വനം വകുപ്പിന്റേതാണ് നടപടി. സംഭവത്തിൽ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണവും നടക്കുന്നുണ്ട്. മകരവിളക്ക് ദിവസം ശബരിമല വനമേഖലയിൽ സിനിമ ചിത്രീകരിച്ചതുമായി ബന്ധപ്പെട്ട് സംവിധായകൻ അനുരാജ് മനോഹറിനെതിരെ പത്തനംതിട്ട റാന്നി ഡിവിഷന് കീഴിലാണ് വനംവകുപ്പ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. പെരിയാർ കടുവ സങ്കേതത്തിന്റെ പരിധിയിൽ വരുന്ന അതീവ സുരക്ഷാ മേഖലയിലാണോ ചിത്രീകരണം നടന്നതെന്ന കാര്യം വനംവകുപ്പ് പരിശോധിച്ചു വരികയാണ്. പമ്പയിലാണ് ഷൂട്ടിംഗ് നടത്തിയതെന്നാണ് സംവിധായകന്റെ വാദമെങ്കിലും വനമേഖലയിലെ ദൃശ്യങ്ങൾ പകർത്തിയത് വനംവകുപ്പിന്റെ അനുമതിയില്ലാതെയാണെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. പോലീസ് ADGP S. ശ്രീജിത്തിന്റെ വാക്കാലുള്ള അനുമതി ചിത്രീകരണത്തിന് ഉണ്ടായിരുന്നുവെന്നാണ് അനുരാജ് മനോഹർ വെളിപ്പെടുത്തിയിരുന്നത്. എന്നാൽ ശബരിമല പോലെ അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള വനമേഖലയിൽ ദൃശ്യങ്ങൾ പകർത്താൻ വനംവകുപ്പിന്റെ രേഖാമൂലമുള്ള അനുമതി ആവശ്യമാണ്. വനംവകുപ്പിനെ അറിയിക്കാതെ മകരവിളക്ക് ദിവസം തിരക്കിനിടയിൽ ഷൂട്ടിംഗ് നടത്തിയത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയായാണ് കണക്കാക്കുന്നത്. ഷൂട്ടിംഗ് സംഘം വനത്തിനുള്ളിൽ കടന്ന വഴികളും ഒപ്പം ദൃശ്യങ്ങൾ പകർത്തിയ ലൊക്കേഷനുകളും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വരും ദിവസങ്ങളിൽ പരിശോധിക്കും. അതേസമയം ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. അമൃത ന്യൂസ്, പത്തനംതിട്ട. മതസൗഹാർദ്ദ സന്ദേശവുമായി എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിലെ അന്നദാനത്തിന് തുടക്കം. പത്മഭൂഷൺ ജേതാവും നടനുമായ മമ്മൂട്ടിയാണ് അന്നദാനം ഉദ്ഘാടനം ചെയ്തത്. ഉത്സവത്തിന്റെ അവസാന ദിവസമായ ഈ മാസം 30 വരെ എറണാകുളത്തപ്പൻ മൈതാനിയിൽ അന്നദാനമുണ്ടായിരിക്കും. വിശ്വാസത്തിനൊപ്പം മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം കൂടി പകർന്നു നൽകുകയാണ് എറണാകുളം ശിവക്ഷേത്ര ഉപദേശക സമിതി. 23 മുതൽ ആരംഭിച്ച ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള അന്നദാനം മഹാനടൻ പത്മഭൂഷൺ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്തു. നിലവിളക്കിൽ തിരിതെളിയിച്ച ശേഷം വാഴയിലയിൽ സദ്യ വിളമ്പിയാണ് മമ്മൂട്ടി അന്നദാനത്തിന് തുടക്കം കുറിച്ചത്. സദ്യയ്ക്കായി ഇരുന്നവർക്കും മമ്മൂട്ടി ഭക്ഷണം വിളമ്പി. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലാണ് എറണാകുളത്തപ്പൻ ക്ഷേത്രം. ഇന്നു മുതൽ ഈ മാസം 30 വരെയാണ് ക്ഷേത്രത്തിൽ സദ്യ ഒരുക്കിയിരിക്കുന്നത്. കേരളം സംസ്ഥാനത്തെപ്പറ്റി നമുക്കറിയാം. മതസൗഹാർദ്ദത്തിൻ്റെ പുണ്യഭൂമിയായ
നമ്മുടെ കേരളത്തിൽ ഈ മഹാക്ഷേത്രത്തിൻ്റെ മഹോത്സവത്തിൻ്റെ ഏറ്റവും മഹനീയമായ ഒരു ചടങ്ങ് നമ്മുടെ പ്രിയപ്പെട്ട നടൻ അദ്ദേഹത്തിന് പത്മഭൂഷൺ അവാർഡ് കിട്ടിയതിന് ശേഷം ആദ്യമായി അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണെന്നു ഇത്. അത് എറണാകുളത്തപ്പൻ്റെ മുമ്പിൽ തന്നെ ആയത് അദ്ദേഹത്തിനും ഒരു മഹാസൗഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. പ്രതിദിനം 20,000 പേർക്കാണ് അന്നദാനമുണ്ടാവുക. ആറാട്ട് നടക്കുന്ന 30-ാം തീയതി 20,000-ത്തിലധികം ഭക്തരെ ക്ഷേത്ര ഉപദേശക സമിതി പ്രതീക്ഷിക്കുന്നുണ്ട്. ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. KS ചിത്ര ഉൾപ്പെടെയുള്ള പ്രമുഖർ പരിപാടികളുടെ ഭാഗമായി ക്ഷേത്രമൈതാനിയിൽ എത്തും. അമൃത ന്യൂസ്, കൊച്ചി. ലൈംഗികാതിക്രമം ആരോപിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിച്ചതിനെ തുടർന്ന് കോഴിക്കോട് സ്വദേശി ദീപക് ജീവനൊടുക്കിയ കേസിലെ പ്രതി ഷിംജിത മുസ്തഫയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. കുന്നമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. ജാമ്യാപേക്ഷയിൽ ശനിയാഴ്ച കോടതി വിശദമായ വാദം കേട്ടിരുന്നു. ഷിംജിത ബോധപൂർവമാണ് ദൃശ്യങ്ങൾ പകർത്തി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് എന്നായിരുന്നു വാദിഭാഗത്തിന്റെ വാദം. ജാമ്യം നൽകിയാൽ പ്രതി സാക്ഷികളെ സ്വാധീനിക്കാൻ ഇടയുണ്ടെന്നും കോടതിയെ ബോധിപ്പിച്ചു. ജാമ്യം നിഷേധിച്ചതോടെ ഷിംജിത മഞ്ചേരിയിലെ വനിതാ ജയിലിൽ റിമാൻഡിൽ തുടരും. കൊല്ലം പരവൂർ കോട്ടപ്പുറം സ്വദേശിനിയായ മെഡിക്കൽ വിദ്യാർത്ഥിനി കർണാടകയിൽ കടലിൽ മുങ്ങി മരിച്ചു. കർണാടകയിലെ കാർവാർ മെഡിക്കൽ കോളേജിലെ 2ാം വർഷ MBBS വിദ്യാർത്ഥിനിയായ കല്യാണിയാണ് മരിച്ചത്. വിനോദയാത്രയ്ക്കിടെ ഞായറാഴ്ച കർണാടകയിലെ ഗോകർണ ബീച്ചിലാണ് അപകടമുണ്ടായത്. മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിന് ഇനി 2 നാൾ. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള ബജറ്റിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങളുണ്ടാകും. ക്ഷേമ പെൻഷൻ വർധനയും ജീവനക്കാരുടെ DA കുടിശ്ശിക വിതരണവും റബ്ബറിന്റെ താങ്ങുവില ഉയർത്തുന്നതും പരിഗണനയിലാണ്. അതേസമയം സാമ്പത്തിക പ്രതിസന്ധിക്കിടെ വോട്ടർമാരെ തൃപ്തിപ്പെടുത്തുന്ന പ്രഖ്യാപനങ്ങൾ നടത്തുക എന്നത് സർക്കാരിന് വെല്ലുവിളിയാണ്. നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ ബാക്കി നിൽക്കെയാണ് രണ്ടാം പിണറായി സർക്കാർ ബജറ്റ് അവതരിപ്പിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയിൽ നിന്ന് കരകയറാൻ ബജറ്റിലെ വമ്പൻ പ്രഖ്യാപനങ്ങളിലൂടെ കഴിയുമെന്നാണ് കണക്കുകൂട്ടൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മുഖ്യമന്ത്രി പ്രഖ്യാപനങ്ങൾ വാരിക്കോരി നടത്തിയിട്ടും പക്ഷേ അപ്രതീക്ഷിത തിരിച്ചടിയാണ് ഉണ്ടായത്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനം അനുകൂലമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാമൂഹ്യക്ഷേമ പെൻഷൻ 2500 രൂപയായി ഉയർത്തുമെന്ന പ്രകടന പത്രികയിലെ വാഗ്ദാനം രണ്ടാം പിണറായി സർക്കാർ പടിയിറങ്ങുമ്പോൾ നടപ്പിലാക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അത്രയേറെ ഉയർത്തിയില്ലെങ്കിലും നിലവിലെ 2000 രൂപയിൽ നിന്ന് ചെറിയൊരു വർധനവ് പ്രതീക്ഷിക്കുകയാണ്. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയാക്കി ഉയർത്തണമെന്ന ആവശ്യം ശക്തമാണ്. നാളികേരം, നെല്ല് കർഷകർക്കായി പ്രത്യേക സബ്സിഡികളും പാക്കേജുകളും പ്രതീക്ഷിക്കുന്നു. സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക വിതരണവും ശമ്പള പരിഷ്കരണ പ്രഖ്യാപനവും ഉണ്ടാകുമെന്നാണ് സൂചന. ലൈഫ് മിഷൻ പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിലായി വലിയൊരു തുക നീക്കിവെക്കാൻ സാധ്യതയുണ്ട്. വിലക്കയറ്റം നിയന്ത്രിക്കാൻ വിപണി ഇടപെടലിനും സബ്സിഡി സാധനങ്ങളുടെ ലഭ്യതയ്ക്കും കൂടുതൽ തുക വകയിരുത്താൻ സാധ്യത. വ്യാവസായിക, വിദ്യാഭ്യാസ, ആരോഗ്യ, IT മേഖലകളിൽ ഊന്നൽ നൽകുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരിക്കും. അതേസമയം സാമ്പത്തിക ഞെരുക്കവും കേന്ദ്രം വായ്പാ പരിധി വെട്ടിക്കുറച്ചതും സൃഷ്ടിച്ച പ്രതിസന്ധിയിൽ നിന്നാണ് സർക്കാർ ജനക്ഷേമ ബജറ്റ് അവതരിപ്പിക്കുന്നത്. ധനമന്ത്രി KN ബാലഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അവസാന ബജറ്റ് വെല്ലുവിളി നിറഞ്ഞതാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ബജറ്റ് ഫെബ്രുവരി 1-നാണ്. ഏപ്രിൽ 2 വരെ നീളുന്നതാണ് സമ്മേളന കാലയളവ്. സമ്മേളനത്തിന്റെ ആദ്യഘട്ടം ഫെബ്രുവരി 13-ന് അവസാനിക്കും. മാർച്ച് 9 മുതലാണ് രണ്ടാം ഘട്ടം. ബജറ്റിന് മുന്നോടിയായുള്ള സാമ്പത്തിക സർവേ ജനുവരി 29-ന് ചീഫ് എക്കണോമിക് അഡ്വൈസർ V. അനന്തനാഗേശ്വരൻ സമർപ്പിക്കും. കഴിഞ്ഞ വർഷത്തെ രാജ്യത്തിന്റെ സാമ്പത്തിക പ്രകടനം വിശകലനം ചെയ്യുന്ന ഒരു നിർണായക രേഖയാണ് ഈ സാമ്പത്തിക സർവേ. ഫെബ്രുവരി 1 ഞായറാഴ്ചയാണെങ്കിലും ധനമന്ത്രി നിർമ്മല സീതാരാമൻ 9ാമത്തെ ബജറ്റ് 1-ാം തീയതി തന്നെ അവതരിപ്പിക്കും. സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ചേരുകയാണ്. സമ്മേളനം സുഗമമായി നടത്താനുള്ള പിന്തുണ തേടിയാണ് സർക്കാർ വിളിച്ചിരിക്കുന്നത്. അതേസമയം വിവിധ വിഷയങ്ങളിൽ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് നയരൂപീകരണ സമിതി യോഗം വൈകിട്ട് ചേരുന്നുണ്ട്. കോഴിക്കോട് അയലത്തൂരിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് കണ്ടെത്തൽ. ആൺ സുഹൃത്തായ വൈശാഖനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാമെന്ന് പറഞ്ഞ വൈശാഖൻ യുവതിയെ ജോലി സ്ഥലത്ത് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. സംഭവശേഷം വൈശാഖൻ യുവതിയെ കാറിൽ കയറ്റിക്കൊണ്ടുപോകുന്ന ദൃശ്യം അമൃത വാർത്തകൾക്ക് ലഭിച്ചു. ഒരു സ്ത്രീയും വൈശാഖനും ചേർന്ന് യുവതിയെ കാറിലേക്ക് കയറ്റുന്ന CCTV ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഒന്നിച്ച് മരിക്കാൻ എന്ന വ്യാജേന വിളിച്ചു വരുത്തി യുവതിയെ തന്ത്രപരമായി വൈശാഖൻ കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ.
യുവതിയുടെ മരണം ആത്മഹത്യ എന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് സുഹൃത്ത് വൈശാഖന്റെ പങ്ക് വ്യക്തമായത്. വൈശാഖനും യുവതിയും തമ്മിൽ അടുപ്പത്തിലായിരുന്നുവെന്നും ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാമെന്ന് പറഞ്ഞാണ് വൈശാഖന്റെ ഉടമസ്ഥതയിലുള്ള ഇൻഡസ്ട്രിയിലേക്ക് യുവതിയെ വിളിച്ചു വരുത്തിയതെന്നും പോലീസ് പറഞ്ഞു. എന്റെ പിറകിൽ കാണുന്ന ഈ ഇൻഡസ്ട്രിയിൽ വെച്ചാണ് കൊലപാതകം നടന്നത്. രണ്ടുപേർക്കും മരിക്കാനായി കുരുക്ക് തയ്യാറാക്കിയ ശേഷം യുവതി കഴുത്തിൽ കുരുക്ക് മുറുക്കിയതോടെ വൈശാഖൻ സ്റ്റൂൾ തട്ടിമാറ്റുകയായിരുന്നു. പെൺകുട്ടിയെ പ്രായപൂർത്തിയാകുന്നതിന് മുൻപും വൈശാഖൻ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് ചോദ്യം ചെയ്യലിൽ തെളിഞ്ഞു. അടുത്തിടെ യുവതി വിവാഹം ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ചെങ്കിലും ഇയാൾ ഒഴിഞ്ഞുമാറുകയായിരുന്നു. കാര്യങ്ങളെല്ലാം യുവതി പുറത്തു പറയുമോ എന്ന് ഭയന്ന് വിവാഹിതനായ പ്രതി യുവതിയെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. ആത്മഹത്യയായി തള്ളിക്കളയേണ്ട കേസ് പോലീസിന്റെ കൃത്യമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് കൊലപാതകമെന്ന് തെളിഞ്ഞത്. ക്യാമറാമാൻ സജി തറയലിനൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. സന്തോഷ് ട്രോഫിയിൽ വിജയക്കുതിപ്പ് തുടർന്ന കേരളം ഗ്രൂപ്പ് ബിയിലെ 3-ാം മത്സരത്തിൽ ഒഡീഷയെ കീഴടക്കി. എതിരില്ലാത്ത ഒരു ഗോളിനാണ് കേരളത്തിന്റെ ജയം. 22-ാം മിനിറ്റിൽ ഒഡീഷ താരത്തിന്റെ പിഴവ് മുതലെടുത്താണ് കേരളം വലകുലുക്കിയത്. ഷിജിൻ ടിയാണ് വിജയ ഗോൾ നേടിയത്. 3 മത്സരങ്ങളിൽ നിന്ന് 2 ജയവും 1 സമനിലയുമാണ് കേരളത്തിനുള്ളത്. മറ്റന്നാൾ മേഘാലയക്കെതിരെയാണ് കേരളത്തിന്റെ അടുത്ത മത്സരം.